രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനത്തെ ശ്രദ്ധാകേന്ദ്രമാക്കിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു. കുറ്റപത്രം സമർപ്പിക്കാത്തത് മൂലം പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷം പല ദിവസവും സഭ സ്തംഭിപ്പിച്ചത്. കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയത് ഉയർത്തിയാണ് ഭരണപക്ഷം തിരിച്ചടിച്ചത്. സർക്കാർ സന്നദ്ധമായിട്ടും പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിനെ സ്പീക്കറും വിമർശിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുള്ള സഭാ സമ്മേളനം ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ ബലപരീക്ഷണ വേദിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. വിശ്വാസവും രാഷ്ട്രീയവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം സഭാതലത്തെ ഇളക്കിമറിച്ചു. പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതും കേസന്വേഷണത്തിലെ പാളിച്ചകളും ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനായിരുന്നു സമ്മേളനത്തിലുടനീളം പ്രതിപക്ഷം ശ്രമിച്ചത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച ഈ കേസിൽ ഈ പ്രതികൾ എല്ലാവരും, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള എല്ലാവരും സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടി പുറത്തു വരികയാണ്. കഴിഞ്ഞ 90 ദിവസമായിട്ട് ഒരു പ്രാഥമികമായ കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാതെയാണ് ഇതിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിൽക്കുന്നത്. ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധമെന്ന തിരിച്ചറിവിൽ ഭരണപക്ഷം പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്നതിനും ഇത്തവണത്തെ സഭാ സമ്മേളനം സാക്ഷിയായി. പ്രതിപക്ഷത്തിന് മേൽക്കൈയുള്ള ശബരിമല വിഷയത്തെ സോണിയാഗാന്ധിയും പ്രതികളും ഒന്നിച്ചുള്ള ചിത്രം ഉപയോഗിച്ചാണ് ഭരണപക്ഷം വഴിതിരിച്ചുവിട്ടത്. മരിച്ചുപോയ പരേതനായ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് പ്രസിഡന്റായിരുന്ന കാലത്തല്ലേ, അതേത്തറയിൽ മെമ്പറായിരുന്ന കാലത്തല്ലേ? ഇനി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് പാടാൻ? പോറ്റിയെ കേറ്റിയ ആളുകൾ പരലോകത്തും ഇഹലോകത്തുമായിട്ടുള്ളവരെല്ലാം കോൺഗ്രസുകാരാണ് എന്ന് ഇന്ന് വസ്തുതകൾ സഹിതം പുറത്തു വന്നില്ലേ? സഭയ്ക്ക് കത്ത വിമർശനങ്ങൾ പുറത്തും ആവർത്തിച്ചതിൽ അതൃപ്തിയുള്ള സ്പീക്കറുടെ നിലപാടും പ്രതിപക്ഷത്തിന് എതിരായിരുന്നു. 18 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്ത ഈ 15ാമത് കേരള നിയമസഭയ്ക്ക് ഈ ശബരിമലയിലെ വിഷയവും ചർച്ച ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല. ജനാധിപത്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണപക്ഷം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാവാത്തെന്ന കാര്യം വളരെ നിർഭാഗ്യകരമാണ്. സഭയിലെ പ്രതിഷേധങ്ങൾക്ക് ശേഷം പുറത്തേക്ക് പ്രകടനമായി വരുന്ന പ്രതിപക്ഷ ശൈലി ഭരണപക്ഷവും അനുകരിക്കുന്നതിന് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സഭാ സമ്മേളനം സാക്ഷിയായി. ഇനിയും സഭ ചേരാൻ ദിവസങ്ങളുണ്ടെങ്കിലും അതിനിടയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ സമ്മേളനം നടക്കാനിടയില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.